കുബേരനായി ജീവിച്ച് കുചേലനായി മരിച്ച, പിച്ചക്കാരനായിട്ട് മരിച്ച ഒരു സിനിമാ നടനുണ്ട് നമുക്ക്, അടൂർ ബാസി. എന്തായാലും നമുക്ക് അടൂർ ബാസിനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് മുമ്പ് അടൂർ ബാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് കാണാം. അത് കഴിഞ്ഞു. 1961 ഞാൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ചേർന്നത്. മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വേഷമെടുത്തത്. അപ്പോൾ അന്ന് തൊട്ട് എങ്ങനെയോ ഞാനൊരു ഫലിത നടനായിട്ട് ഇതിനകത്ത് കടന്നുകൂടുന്നതായിട്ട് വന്നു. അത് എന്നെ ഒരു ഫലിത നടൻ്റെ ജോലി സംവിധായകനെ ഏൽപ്പിച്ചത് എനിക്ക് തോന്നുന്നു എൻ്റെ പാരമ്പര്യം കൊണ്ടായിരിക്കും. എൻ്റെ അച്ഛൻ ഇ വി കൃഷ്ണനുള്ള ഒരു ഫലിത സാഹിത്യകാരനും ഒരു ഫലിതം ഇഷ്ടപ്പെടുന്ന ഒരാളും ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് ഫലിതം എന്ന് പറയുന്ന ജോലി എന്നെ ഏൽപ്പിച്ചു. ഞാൻ എന്തുകൊണ്ട് ഒരു ജോലി ഏറ്റെടുത്തു എന്ന് വെച്ചാൽ, ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ്. കണ്ടില്ലേ, പണത്തിനോട്, അതുപോലെ ഭൂമിയോട്, അതുപോലെ പെണ്ണിനോട്, സ്വർണത്തോട് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. കിടക്കയ്ക്ക് പകരം മൂപ്പര് നോട്ടുകൾ അടക്കി വെച്ചിട്ടാണ് ആൾ കിടന്നുറങ്ങുക. അത്രയും സന്തോഷം മൂപ്പർക്ക്. ഭയങ്കര പിശുക്കനാണ്. ഒരാൾക്ക് 10 രൂപ സഹായിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു നടിയെ ഇഷ്ടപ്പെട്ടാൽ തന്നെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ബന്ധപ്പെടണമെന്ന് തോന്നിയാൽ തന്നെ ഓസിൽ കാര്യം സാധിക്കാൻ നോക്കും. അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടിയിട്ടുണ്ട് കാശുള്ള സമയത്ത്. അടൂർ ഒരു സിനിമ കൊട്ടായി പണിതു. ആ സിനിമ കൊട്ടായിയുടെ പണി പൂർത്തിയാക്കിയില്ല. ഇപ്പോഴും ആ സിനിമ കൊട്ടായി അവിടെ കിടക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ആധുനികമായൊരു ഉണ്ടാക്കിയുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ അതുപോലെ തന്നെ അടൂർ ബാസിയുടെ ജീവിതം. ഇപ്പോൾ സ്വത്തുക്കളൊക്കെ അനാഥമായി കിടക്കണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. മരിക്കും കാലത്ത് അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു നഷ്ടബോധമായിരുന്നു. കിഡ്നിക്ക് രോഗം വന്നിട്ടാണ് അദ്ദേഹം മരിച്ചത്. കിഡ്നിക്ക് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി മാറ്റി വയ്ക്കണം. അന്നത്തെ കാലത്ത് മാറ്റി വയ്ക്കാൻ ഭയങ്കര ചിലവാണ്. ഒരു തമിഴ്നാട്ടുകാരൻ്റെ കിഡ്നിന് മാറ്റി വെച്ചത്. പക്ഷെ അത് ഫെയിലിയറായി, ആൾ മരിച്ചു. ആ തമിഴ്നാട്ടുകാരനും മരിച്ചു. മരിക്കുന്ന സമയത്ത് വളരെ ദയനീയമായിരുന്നു. ഒരുപാട് സ്വത്തുക്കൾ കേസിൽ പെട്ട് നഷ്ടപ്പെട്ടു. ചെന്നൈയിൽ കുറേ സ്ഥലങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ചിലവാക്കി. അതുപോലെ കുറേ സ്ഥലങ്ങൾ ഇപ്പോഴും കേസിൽ പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഉയരത്തിൽ പറന്നാലും ചവിട്ടി വന്നല്ലേ സമ്മാനം വാങ്ങിക്കാൻ പറ്റുള്ളൂ. ദൈവം വിധിച്ചൊരു വിധി. ഇങ്ങനെ അടൂർ ബാസി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ